മടുത്ത്. അങ്ങനെ പറയല്ലേ, നീ ഹോസ്റ്റലിലായോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ സുഖമായി വിളിക്കാൻ പറ്റുന്നേ. വീട്ടിലായിരുന്നേലോ. അതും ശരിയാ. അയ്യോ അച്ഛൻ. ഞാൻ കട്ടിലിന്റെ അടിയിൽ വിളിക്കാം. ഫോൺ വിളിക്കാന്ന്. ഫോൺ എടുത്ത് ഉറങ്ങാന്ന് പറ. നമ്പർ ബിസി കണ്ടോളും. ഞാൻ ചത്ത്. എന്നാ ഞാൻ റീത്ത് ആയിട്ട് വരാം. ബൈ. ഇന്നത്തോടുകൂടി നിർത്തും അവളുടെ കോളേജും പഠിപ്പും എല്ലാം. എടി ഷീലു, നിങ്ങൾ ആരെ വിളിക്കായിരുന്നു? നമ്മുടെ മോളില്ലേ ഈ നേരത്ത് നിങ്ങൾ ആരെ ഫോൺ വിളിക്കായിരുന്നു? നമ്മുടെ മോള് നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങളുടെ നമ്പർ ബിസി. വിളിച്ചു കിട്ടാത്തോണ്ട് അവളെ എന്നെ വിളിച്ചു. ദാ സംസാരിക്കേ. അച്ഛനെ വിളിച്ചപ്പോ ബിസി ആയിരുന്നല്ലോ. ആരോടാ ഈ പാതിരാത്രി വിളിച്ച് സംസാരിക്കുന്നേ? ഞാൻ നിന്നെ വിളിച്ചപ്പോഴായിരുന്നില്ലേ ബിസി? അത് ഞാൻ അച്ഛനെ വിളിക്കില്ലായിരുന്നല്ലോ. ഏതച്ഛനെ? ഭാവിയിൽ എന്റെ കുട്ടികളുടെ അച്ഛൻ. എന്ത്? എനിക്ക് ഒരു അച്ഛനല്ലേ ഉള്ളൂ. ആ അച്ഛനല്ലേ അച്ഛൻ. നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഗുഡ് നൈറ്റ് പറയാൻ. ഈ നേരത്തോ? പിന്നെ ഉറങ്ങുന്നതിന് മുമ്പല്ലേ പറയാ. ഞാൻ ഉറങ്ങിയിട്ടില്ലാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് അച്ഛന്റെ നമ്പർ ബിസി കണ്ടപ്പോ മനസ്സിലായി. ഇവളെന്തൊക്കെയാ ഈ പറയുന്നേ? അച്ഛൻ എന്തിനെങ്ങനെ കിടന്ന് കള്ളത്തരം കാണിക്കുന്നേ? ദേ അമ്മ, അച്ഛൻ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളാം. ഗുഡ് നൈറ്റ്. കട്ടിയില്ലേ ആരാണവൾ? യവൾ, നിങ്ങളുടെ മറ്റവൾ. സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. ഓഹോ, ബ്രിട്ടീഷ് കാര്യാണല്ലേ? അല്ലടി, കാലിഫോർണിയ കാര്യ തലകാലിയായിട്ടുള്ളവളെ.